ഹലോ, CI ഓഫീസ് കൊച്ചി സബർ. അയ്യോ, കുറുപ്പാണ് സാർ, പരമേശ്വര കുറുപ്പ്, ASI. ഇല്ല സാർ, സർക്കിൾ അദ്ദേഹം ഇനി എത്തിയിട്ടില്ല സാർ. ഓവ, വന്നാൽ ഉടനെ വിളിക്കാൻ പറയാ സാർ. ഓവ സാർ. ഓ ഉറുപ്പ്, ഏതവനോടാടോ ഇത്ര ഭവ്യതയില്? അയ്യോ, ഇദ്ദേഹം ഇവിടെ ഇങ്ങനെ. എടോ, ആരാ വിളിച്ചെന്ന്? ഇദ്ദേഹം ദാ അർജന്റായിട്ട് ഈ നമ്പറിലോട്ട് തിരിച്ച് ബന്ധപ്പെടാൻ പറഞ്ഞു. ആര്? ഏതോ ഒരു SP അദ്ദേഹം, ഒരു ഫിറോസ് മുഹമ്മദ്. കറക്കട്ടോ? അവിടെ വെക്കണോ? ഇരിക്കപ്പുറത്ത് തരുന്നില്ല സാർ. ഇന്നലെയും ഇന്നുമായിട്ട് ഏതാണ്ട് ഒരു 26 തവണയെങ്കിലും വിളിച്ചു കാണും. ആ കാഞ്ഞു പോയ ശേഖരനെ കുഴിന്ന് മാന്തി എടുത്ത് ജീവൻ വെപ്പിക്കാൻ വന്നവനാ. ആ സേഡ്ജിൽ അവിടെ ഒരു പൊതി കൊടുത്തു വിട്ട് നിങ്ങൾ വന്നായിരുന്നോ? ഓവാ. എങ്കിൽ പിന്നെ അത് വേണ്ടോ ആദ്യം പറയാൻ. തനിക്കുള്ളത് കിട്ടിയോടോ? ആ, ഞാൻ ക്ലബിലേക്കാ. ആര് വിളിച്ചാലും പറയണ്ട ഞാൻ എവിടെ ഉണ്ടെന്ന്. കേട്ടല്ലോ? രൂപ 1ഉം 2ഉം അല്ല, 67,000 പോയി തൊലഞ്ഞു കിടക്കുന്നത്. അയ്യോ സാർ, അപ്പൊ മറ്റേ SP അദ്ദേഹം വിളിച്ചാലോ? പറയണ്ടെന്ന് പറഞ്ഞപ്പോ അയാളോട് നാളത്തെ കഴിഞ്ഞ് മറ്റന്നാൾ എന്നെ വിളിക്കാൻ പറ. ഇത് പൊട്ടിയല്ലോടോ. അകത്ത് 2 കിടക്കുന്ന എടുക്കട്ടോ സാർ? വേഗം എടുക്കടോ. അതെ, ഇങ്ങനെയല്ല, ഇങ്ങനെ 5 പേരിലും ചേർത്ത് വെച്ച് നല്ല സ്മാർട്ടായിട്ട് ചെയ്യലടോ. ഇതൊന്ന് പോളിഷ് ചെയ്ത് വെക്കാൻ പാടില്ലായിരുന്നോ? ഇവിടെ ഏതെങ്കിലും തെണ്ടിക്ക്. അയ്യോ, ഞാൻ ഇപ്പൊ തന്നെ പോണോ. വെരി ഗുഡ്. ഒരല്പം കൂടെ ഒന്ന് പരിശ്രമിച്ച് ഒന്നുകൂടെ ഉന്നം പിടിച്ചറിഞ്ഞാൽ മതിയടോ. നല്ല കൃത്യമായിട്ട് ചെന്ന് കൊണ്ടോളും രാഷ്ട്രപിതാവിന്റെ നെഞ്ചത്ത്. അതങ്ങ് തുപ്പിക്കളയടോ. എടോ, ആ വായി തള്ളി കെട്ടിയിരുന്ന കോല് തുപ്പിക്കളയാൻ. ഇദ്ദേഹം ഇങ്ങോട്ട് ഇരിക്കാം സാർ. ഞാൻ ഫിറോസ് മുഹമ്മദ്, SP. തന്നെ അന്വേഷിച്ച് പലതവണ വിളിച്ചിരുന്നൂടെ? ഐ വാസ് ഓൺ ഡ്യൂട്ടി സർ. ഐ സി. എന്ത് ഡ്യൂട്ടി സാർ? മറ്റേ ബ്യൂട്ടി പാർലർ വാണിഭ കേസിലെ 7ാം പ്രതി ഒരു ഇപ്പോഴത്തെ നമ്മുടെ സർക്കാരിന്റെ കനിഞ്ഞനുഗ്രഹം കൊണ്ട് പ്രതിസ്ഥാനത്ത് നിന്ന് പേര് വെട്ടി കിട്ടിയ മുൻ മന്ത്രിക്ക് പകരം പ്രതിയായവൻ. പാവം ജമാല് പറമ്പിൽ ഹസൻ കോയ, മറ്റേ മാമ. അവൻ ഇവിടെ മട്ടാഞ്ചേരിയിൽ ഒരു ഗുണ്ടിൽ ഒളിവിൽ ഇരിപ്പുണ്ടെന്ന് ഇൻഫർമേഷൻ കിട്ടിയിട്ട് കോഴിക്കോട് നിന്ന് DYSP വിളിച്ചു പറഞ്ഞിരുന്നു സാർ. എന്നിട്ട് ഇന്നലെ രാത്രി മുഴുവൻ ഉറക്കം ഒളിച്ചിരുന്ന് ഒറ്റുവല വെച്ച് നോക്കി, വീണില്ല. ഇനിയിപ്പോ രണ്ടാമത് ഒന്നും കൂടി പൊത്തി നോക്കണം. വീഴുവോന്നല്ലേ? വീഴും സാർ. സാർ, എന്നാ പിന്നെ ഡ്യൂട്ടി ഉള്ളല്ലേ? ചെല്ല് സാർ. എടോ വാഴക്കാലി സാർ. കറക്കി കുത്തു പഠിച്ചിട്ടുണ്ടോ താൻ? ഇല്ല സാർ. എന്നാ ഞാൻ പഠിച്ചിട്ടുണ്ട്, കളിച്ചിട്ടുണ്ട്. മനസ്സിലായില്ല സാർ. എന്നിട്ട് ഇന്നലെ എത്ര രൂപ പോയടോ എനിക്ക് ക്ലബില്, റമ്മി ടൂർണമെന്റില്? 67 അതോ 68,000? ഞാനിതെങ്ങനെ ഗ്രഹിച്ചു എന്നല്ലേ? നിസ്സാരാടോ, ചുമ്മാ കറക്കി കുത്തിയാ മതി. എടോ വാഴക്കാലി, തന്നെയൊക്കെ പോലെ രാവും പകലും ആഫീസിൽ ഇരിപ്പുറയ്ക്കാത്ത പോലീസേമാർക്ക് പിന്നെ 3 ഹൈഡൌട്ട്സേ ഉള്ളൂ മെയിനായിട്ട്. ഒന്നുകിൽ ജൂറിസ്ഡിക്ഷനിൽ ഏറ്റവും മുന്തിയ ബാർ ഹോട്ടൽ, അതല്ലെങ്കിൽ പിന്നെ വീട്ടിൽ തന്നെ നല്ല കിളിന്ത് പെമ്പിളേരെ സ്റ്റോക്ക് ചെയ്ത് വെച്ചുപാണിപം നടത്തുന്ന ചില പെശക ചേട്ടത്തിമാരുടെ അടുക്കള ചായ്പ്, അതുമല്ലെങ്കിൽ പിന്നെ ചുറ്റുവട്ടത്തുള്ള ദിവ്യന്മാരായ രാക്കോഴികളുടെ ചീട്ടുകളി ക്ലബ്ബ്. 3 തന്നെ തപ്പിയിട്ട എന്റെ വരവ്. എന്നിട്ടിപ്പോ പോയ കാശ് തിരിച്ചു പിടിക്കാനുള്ള ടെൻഷനില് ഇവിടെ വന്ന് ഇന്നത്തെ കളക്ഷൻ വാരിയെടുത്തുകൊണ്ടുള്ള പോക്ക ക്ലബിലേക്ക്, അല്ലേടോ? എന്നിട്ട് ഇപ്പൊ എത്ര കാണാൻ പോക്കറ്റില്ല? ഇല്ല സാർ, ഇത് ഞാൻ ബാങ്കിൽ നിന്ന് എടുക്കണോ? എടുക്കാൻ തിരിച്ചു പിടിക്കണോ? ഹരിവംശിലാൽ പന്നാലാൽ ആൻഡ് കോ, ഫൈനാൻസിയേഴ്സ് ആൻഡ് പോൺ ബ്രോക്കേഴ്സ്. ഇയാൾ ഏതാണ്ട് ഒരു പഴയ സ്മഗ്ലർ അല്ലടോ ഈ പന്നിലാൽ? അല്ല. അതെ സാർ. ഓ, അപ്പൊ താനും വാങ്ങിച്ച് പോക്കറ്റിൽ തള്ളി കയറ്റി വെച്ചിട്ടുണ്ട് പന്നലാലിന്റെ കാശല്ലേടോ? അയ്യോ സാർ. വേണ്ട വേണ്ട, എടുക്കരുതേ സാർ. അപ്പൊ വാഴക്കാലി സാർ, തന്നെ ഇവിടെ തന്റെ കീഴ് ജീവനക്കാരുടെ മുമ്പിൽ നിന്ന് ബലമായിട്ട് വിളിച്ചിറക്കിക്കൊണ്ട് പോകണില്ല ഞാൻ സാർ. സോ കമാൻഡ് മീറ്റ് മീ നാളെ രാവിലെ കൃത്യം 10 മണിക്ക് എന്റെ ഓഫീസിൽ. ശേഖരൻ കേസിൽ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങി വെച്ച ഫസ്റ്റ് ഓഫീസർ എന്ന നിലയ്ക്ക് തന്നോട് ചിലത് ചോദിച്ചറിയാനുണ്ട് എനിക്ക്. SME ഇൻട്രോഗേഷൻ. സാർ, നാളെ രാവിലെ എനിക്ക് കോടതിയിൽ ഒരു കേസ് വെച്ചിട്ടുണ്ടെന്നല്ലേ? അവധിക്ക് ഒരു അപേക്ഷ എഴുതി കൊടുക്കാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഞാൻ APP യോട്. സാർ. പിന്നെ ഒരു സ്മോൾ അഡ്വൈസ്.
വെച്ച് നീട്ടുന്ന ഏത് നാറിയാണെന്നല്ല വ്യക്തമായി തിരിച്ചറിഞ്ഞിട്ട് വേണം ദാ ഇതൊക്കെ ഇങ്ങനെ വാരി വലിച്ച് നക്കാൻ. ഇല്ലെങ്കിലേ ചിലപ്പോ ദഹിക്കുകയല്ല, അജീർണം പിടിക്കും, അജീർണം. മനസ്സിലായോട്? ഓ പോട്ടെ സാർ. അതെ, ഞാൻ ഇവിടെ വന്ന് കേറിയിട്ടിപ്പോ ഈ ഒച്ചയില്ലാതെ തെറി പറഞ്ഞതും കൂടെ കൂട്ടി ഇത് 4ാമത്തെ തവണയാ താൻ എന്നെ ഈ പല്ല് ഞെരിച്ച് പേടിപ്പിക്കുന്നത്. ഇനി ഒരു തവണ കൂടെ എന്റെ മുമ്പിൽ ഈ പല്ല് ഞെരിച്ചാലുണ്ടല്ലോ നിന്റെ ഈ പൊത്തേമാരി പോലുള്ള ശരീരം കുത്തിപ്പിടിച്ചൊറ്റ പൊക്ക് വെക്കിട്ട് ഈട്ടിച്ചതിന്റെ മോനയുടെ ബോൾട്ടടക്കം ഞാൻ കേട്ടോടാ കൊള്ള മോനെ. അപ്പോ നാളെ കൃത്യം 10 മണിക്ക്. നമ്മുടെ പുറകിലത്തെ കുളത്തിൽ ഇപ്പോഴും പണ്ടത്തെ പോലെ വരാലിന്റെ നല്ല കിളവുണ്ടോ എന്തോ? അയ്യോ വേണ്ട വേണ്ട, വാളമ്പിള് വയറ്റി പിടിക്കത്തില്ല, വറുത്തരച്ചാ മതി. അയ്യോ ഇവിടെ നമ്മുടെ ഡ്രൈവർ വന്നിട്ടില്ലല്ലോ. ആ വേണ്ട, പകരം വേറൊരാളുണ്ട്, ഞാൻ അങ്ങോട്ടേക്കാം. ജീപ്പിലിടോ? ഉണ്ട് സാർ. അയ്യോ വേറെ ഡ്രൈവറല്ല, ഇതിന്റെ ഒരു സർക്കിളാ. ഓക്കെ ഓക്കെ എടുത്തി. ഓക്കെ നമ്മുടെ കള്ളനോട്ട് കേസിൽ സബ് ജയിലിൽ കിടക്കുന്ന സത്യപാലം കോൺട്രാക്ടർ ഇല്ലടോ, അയാളുടെ മെമ്പർ നോത്തിയാ സാർ. താൻ പോണ വഴിക്ക് അവിടെ ഒന്ന് കേറിയിട്ട് തിരിച്ച് നേരെ ഇങ്ങോട്ട് വരണം സാർ. അവരൊരു 6 റുപ്പീസ് സ്കോച്ച് തരും, പിന്നെ മീൻ കറിയും. ഒരേടെ നിറച്ച് വാഴയാ. കൊലപണി കണ്ടിട്ട് താനും പിടിക്കോ സാർ. അത് അയാൾ അകത്ത് കിടക്കലോ സാർ. ഇപ്പൊ എന്നാ ചോദിച്ചാലും എടുത്തു തരും ചേട്ടത്തി. പേടിയാ. എക്സ്ക്യൂസ് മീ സർ. ഗുഡ് മോർണിംഗ് സർ. ഇങ്ങ് വാടോ. സർ. എന്തിനാ വിളിപ്പിച്ചെന്ന് മനസ്സിലായോ ഫിറോസിനെ? ഇല്ല സർ. താനെന്താ വലിയ തമാശക്കാരനാ? ഏയ് എന്താ സർ? അല്ല ഇന്നലെ താൻ ചില തമാശകൾ കാണിച്ചു പറഞ്ഞ ഇയാളുടെ ഓഫീസിൽ. അത് തമാശയല്ല സർ, ഐ വാസ് വെരി സീരിയസ്. നിർത്തണം സർ. താനെന്താ വലിയ ചട്ടമ്പിയാ? ഏയ് അങ്ങനെയൊന്നുമില്ല സർ. പിന്നെന്താടോ ഒരു സബോർഡിനേറ്റിനെ മുന്നിൽ വെച്ച് ഇയാളുടെ ഉടുപ്പിനെ കുത്തി പിടിച്ചതാൻ? എടോ ചോദിച്ചത് കേട്ടില്ല തന്നോട്, പിടിച്ചോന്ന്. ഓ സർ പിടിച്ചു. ബ്ലഡി പോക്കത്ര കാണിച്ചതും പറ ഞെളിഞ്ഞെന്ന് ഉത്തരം പറയുന്നു. സ്റ്റോപ്പ് സർ. അവനൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ. എടോ എന്റെ തലക്ക് മുകളിൽ കയറി എന്നെ നാറ്റിക്കാനല്ല, താഴെ ഇരുന്ന് മര്യാദയ്ക്ക് കേസ് അന്വേഷണം നടത്താനാണ് തന്നെ കൂടെ കെട്ടിയെടുപ്പിച്ചത് അങ്ങ് തലസ്ഥാനത്ത് നിന്ന്. എന്താ സംശയമല്ലോ എനിക്ക്? ഇല്ല സർ, മനസ്സിലായി. ആ എവിടെ എന്തൊക്കെ അന്വേഷിക്കണം, എങ്ങനെയൊക്കെ അന്വേഷിക്കണമെന്ന് കൃത്യമായ അക്കവും അടിവര വിട്ടങ്ങ് പറഞ്ഞു തരും. അത് അക്ഷരം പ്രതി അനുസരിച്ച് അടങ്ങി ഒതുങ്ങി ഒരു സ്ഥലത്ത് ഇരുന്നോളാം. സർ. അല്ലാതെ ചുമ്മാ കയറി ഓർസ് മാറ്റ് കളിച്ചാലുണ്ടല്ലോ അന്ന് അഴിച്ചൊപ്പിക്കാൻ തന്നെ ഈ തൊപ്പിയും കുപ്പായും സകലതും സർ. സകല വഴക്കേം. സർ. ആ പോട്ടെ, യു ക്യാൻ റിലാക്സ് നൗ. സർ. എടോ ഫിറോസേ, സർ. അനിയ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലടോ ഞാൻ. പക്ഷെ എന്റെ കീഴിലുള്ളവര് അങ്ങ് കോൺസ്റ്റബിൾ തൊട്ട് മേലോട്ട് സകലവന്മാരും നല്ല ഒത്തൊരുമയോടുകൂടി പോണം. ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പരസ്പരം സഹായിച്ച് പരസ്പരം റെസ്പെക്ട് ചെയ്ത് പ്രശ്നങ്ങളില്ലാതെ. അല്ലടോ വാഴക്കാലി? യെസ് സാർ. ആ എന്താ നീ സഹകരിച്ച് പോകാലോ ഇനി അങ്ങോട്ട് ഇല്ലേ? ഇല്ല സർ, പറ്റില്ല, ബുദ്ധിമുട്ടാണ്. എന്താടോ എന്താ പറഞ്ഞ? ദാ ഇവനെ പോലുള്ള പരമ ചെറ്റവളോടൊക്കെ സഹകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന്. ആ ചുമ്മാ കൊരക്കല്ലേ സാറേ, പറഞ്ഞോട്ടെ. അതെ, ഈ വ്യഭിചരിക്കാൻ ഇറങ്ങുന്ന ചില പകൽമാന്യന്മാര് ഉടുത്തിരിക്കുന്ന ചീലയഴിച്ച് തലവഴി മൂടുന്ന ഒരു ഏർപ്പാടുണ്ടല്ലോ സാർ. അതുപോലെ പലതും മറയ്ക്കാനും മൂടി പിടിക്കാനും വേണ്ടിയിട്ട് യൂണിഫോം ഇടുന്ന സാറിനെ പോലുള്ള ഒരു കുറച്ചാല് ഹൂ വിൽ ബോദർ സർ? അതിന് ഡിപ്പാർട്ട്മെന്റിന്റെ ചോറ് തിന്നുന്ന സർവീസ് നായ്ക്കളുണ്ടല്ലോ, പോലീസ് ഡോഗ്സ്, അവര് കുറയ്ക്കുന്ന വില പോലും കൽപ്പിച്ചു കൊടുക്കുകയല്ല ആണൊരുത്തനും. അതെ സഭാപതി സാറേ, കേട്ട് കാണും. സർവീസിൽ കയറി ചുരുങ്ങിയ കാലം കൊണ്ട് ഈ ഫിറോസ് സംഘടിപ്പിച്ചെടുത്ത 3 സസ്പെൻഷൻ 3ഉം ദാ ഇതിനാ. ഇങ്ങനെ മേലുദ്യോഗസ്ഥന്മാരുടെ മൂക്കിന് കേട്ടോ സാർ, ഒരു 10-14 വയസ്സ് വരെ ഈ കൊച്ചിയിലെ ചില അറാം പറഞ്ഞ കാക്കാപ്പിള്ളേർ ഇടയെ കിടന്ന് കൊണ്ടും കൊടുത്തും വളർന്നാ ഞാൻ. സ്നേഹിച്ചാ നക്കിക്കൊല്ലും, ഇല്ലെങ്കിൽ പാതിരെ നോക്കി പീച്ചങ്കത്തി ഏറ്റ് ഞാൻ. അതാ നമ്മുടെ സ്റ്റൈല്. സോ സാറായിട്ട് ഇനി എന്നെ നിർബന്ധിക്കരുത്. ഈ 3ന്റെ പുറത്ത് 4ാമതൊരു സസ്പെൻഷൻ കൂടെ വാങ്ങിച്ചെടുക്കാൻ. ഉപദ്രവിക്കരുത്. താങ്ക് യു സാർ. Wow, what a man, Dad. നല്ല അസലാണത്തമുള്ളാണ്. Oh, the real macho. I just love him, Dad. But look, Dad. ഇത് ഡാഡി കാണിക്കുന്ന പോലെ ഫേക്ക് അല്ല, ഡാഡ്. ദേ
ശരിക്കും ദേ എന്റെ രോമം എഴുന്നേറ്റ് വരുന്നു ഡാഡ്. നോക്കൂ ഡാഡ്. ഓ ബട്ട് പ്ലീസ് ഡാഡ്, ജീവിതത്തിൽ ഒരിക്കല് ഒരൊറ്റ തവണ ദ ലൈക്ക് ഹിം നല്ല നട്ടലുള്ള ഒരു ആണാവണമെന്ന് കൊതി തോന്നണില്ലേ എന്റെ പൊന്നു ഡാഡിക്ക്? ജസ്റ്റ് ഫോർ വൺസ്, ഒരേ ഒരു തവണ. യെപ്, ദാറ്റ്സ് ഇറ്റ് മാൻ, യു ഡിഡ് ഇറ്റ് ഫോർ വൺസ്. നല്ല സ്റ്റൈലനാണ്. ആൻഡ് ഐ ലവ് യു ഫോർ ദാറ്റ്. ഓ, ഇങ്ങനൊരടി ഈ ഡാഡി നേരത്തെ തന്നിരുന്നെങ്കിൽ ഞാൻ എന്നെ നന്നായി പോയേനെ, അല്ലേ ഡാഡ്? എനിവേ, better late than never. Bye, Dad. Excuse me, please. Yes. എന്നോട് വരാൻ പറഞ്ഞു പറഞ്ഞു. Yeah, come in. ദാ കണ്ടില്ലേ, പഴയ വിൻസെന്റ് പീറ്റർ കേസ് മുതൽ ഇങ്ങോട്ട് ജാഗ്രതയിൽ അച്ചടിച്ചു വന്ന ഓരോ സെൻസേഷണൽ റിപ്പോർട്ടിലും ഉണ്ട് എന്തൊക്കെയോ എവിടേക്കോ ചെന്ന് കൊള്ളുന്ന ചില ധ്വനികൾ. പക്ഷെ ശേഖരേട്ടന്റെയും ഹരിദാസിന്റെയും മർഡറുമായി ബന്ധപ്പെട്ട് ഇവയിൽ ഏതിലെങ്കിലുമൊക്കെ എന്തെങ്കിലും ചില ഡെഫിനറ്റ് ലീഡ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് നോ. ബട്ട് ജസ്റ്റ് ഒരു എന്താ പറയാ, തോന്നൽ, ആരോമിന്ദ്രിയം ഓർ എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ. യെസ്, കുഡ് ബി. പിന്നതാ കേസ് സംബന്ധിച്ച ഫയൽസ്, ഓൾ വാട്ട് ഐ കുഡ് ഗ്യാദർ. ബട്ട് വൈ? പറഞ്ഞില്ലേ, ഈ കേസിൽ യു ആർ അസൈൻഡ് ടു ഡു ദ ഫോളോ അപ്പ് ഫോർ കേരള രശ്മി. ഹേയ്, ശരിക്കും? യെസ്, ആൻഡ് ലിസൺ, പത്രമുതലാളി പരമ്പരയുടെ പ്രിവിലേജസും പാട്ടത്തിൽ ഫാമിലിയുടെ കണ്ണിങ്ങും പിന്നെ പ്രായത്തിൽ കവിഞ്ഞ ബ്രില്യൻസും ഉണ്ടല്ലോ എന്ന് കരുതി നിനക്ക് ചെയ്യുന്ന സൗജന്യമൊന്നുമല്ലത്. ആൻഡ് അഗൈൻ, കേരള രശ്മിയിലെ കുട്ടിക്കാനം പോലെയുള്ള ഏതെങ്കിലും ഒരു സീനിയർ CID റിപ്പോർട്ടറെ ഇത് ഏൽപ്പിച്ചു കൊടുത്താൽ പഴയ ചാരക്കേസ് ലൈനിൽ കൽപ്പിത കഥകളും നുണകളും ചേർത്തെഴുതി പൊലിപ്പിച്ച് വേണ്ടി വന്നാൽ ഒരു 6 മാസം വായനക്കാരനെ വിഭ്രമിപ്പിക്കാൻ പോകുന്ന വിൽപ്പന ചരക്കുകളും ഉണ്ടാവും ഈ കേസിലെന്ന് അറിയാഞ്ഞിട്ടുമല്ല. ബട്ട് ഐ ഡോണ്ട് വാണ്ട് ദാറ്റ്. മുമ്പ് ഹരിദാസിനെ കാണാനും അന്വേഷിച്ചു പിടിക്കാനും നീ കാണിച്ച ഇനിഷ്യേറ്റീവ്, അതിന്റെ പേരിലാണ് നിനക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി. സോ ഡു എ സ്ട്രേറ്റ് ജോബ് ആൻഡ് കീപ് മീ ടോൾഡ്. സർ, യെസ്. യാ, വൺ മൊമെന്റ് പ്ലീസ്. കോൾ ഫോർ യു. ഒരു ഫിറോസ്. ഹായ് ഫിറോ. Where the hell are you? You fool. Like hell you called me. 3 ദിവസം ഞാൻ കാത്തിരിക്കുന്നു നിന്റെ ഒരു ഫോണിന്, നിന്റെ ശബ്ദം ഒന്ന് കേൾക്കാൻ. Stupid. അച്ചായത്തി ഹമുക്കേ സ്റ്റുപ്പിഡ് നിന്റെ മറ്റേ. Come on, give me one. Hey you. I said give me one. ഓടാ അവിടുന്ന്. ഛീ. എടി ഹമുക്കേ ഒരു ഉമ്മ തരാൻ. ഇവിടുന്ന് ഉമ്മയൊന്നും തരാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോ, look, I'm at my editor's office. Sorry. അതിനാരാടി ഇത്രയും മൂത്ത നിന്റെ എഡിറ്റർ? Look Feroz, I'll get back to you. I said I'll get back to you. Get lost, you schmuck. അത് is my is you know. Yes, I do know. നിന്റെ മറ്റവൻ അല്ലേ? അയ്യോ, ഫോണിൽ കൂടെ ഉമ്മ ചോദിക്കണമെങ്കിൽ പിന്നെ ആരാടിയത്? നിന്റെ മറ്റവൻ അല്ലാതെ പറയടി, ആരാവൻ? Feroz, my heart throb. But don't allow the kudichain, okay? Hello sir. ഹലോ. ഹലോ സർ. മനസ്സിലായല്ലോ അല്ലേ? He is ഫിറോസ് മുഹമ്മദ്. പേരങ്ങനെയാണെങ്കിലും ഒരു DIG ലെവൽ മുതൽ മേലോട്ടുള്ള സർക്കിൾസിൽ ഫിറോസ് എന്നല്ല, ഫിറോഷ്യസ് എന്നാണ് വിളിപ്പേര്. Am I right? ഏയ് അങ്ങനെയൊന്നുമില്ല സർ. അറിയാവടോ. ബോൺ ആൻഡ് ബ്രോട്ടപ്പ് ഇൻ മട്ടാഞ്ചേരി. അതെ സർ. 9ാം തരം വരെ വിഠോബ സ്കൂളിൽ. 14ാമത്തെ വയസ്സിൽ പെങ്ങളെ കോളേജ് ഗേറ്റിൽ തടഞ്ഞു വെച്ച് നിർബന്ധപൂർവ്വം ഒരു പ്രണയലേഖനം പിടിപ്പിച്ച ലോക്കൽ ദാദയുടെ പതിരയ്ക്ക് പീച്ചാങ്കത്തി കയറ്റി നാട് വിട്ടിട്ട് പിന്നെ പഠിച്ചതും ഇത്രയൊക്കെ വളർന്നതും മദിരാശി ഉമ്മാട് ആംഗ്ലമാർക്കൊപ്പം അല്ലേ? Oh Christ. അല്ല സാർ ഇതൊക്കെ ഉപജീവനം പത്രമല്ലേ ഫിറോസ്? ഇറ്റ്സ് മൈ ജോബ് ടു നോ. കം. Hi Devu. What a surprise, da. ശരിക്കും ഒരു വീട്ടുകാരത്തിന്റെ ലൈൻ ഉണ്ടല്ലോ നിനക്ക് ഇവിടെ. ഹേയ്, മുമ്പ് ഇവിടെ വന്നപ്പോ സ്വന്തം കൈപ്പടയിൽ ഒരു ചായ ഉണ്ടാക്കി കുടിപ്പിച്ചു നന്ദൻ. എന്താ പറയാ, ഒരു ചായക്കൊക്കെ ഇത്ര ബോറാവാൻ പറ്റുന്ന അന്ന് എനിക്ക് മനസ്സിലായത്. സോ നീ ഇന്നിങ്ങനെ നിന്റെ ഹാർട്ട് ത്രോബിനെ കൊണ്ടിവിടെ വരുന്നു നന്ദൻ വിളിച്ചു പറഞ്ഞപ്പോ ഐ തോട്ട് ഐ വിൽ പ്ലേ ഹോസ്റ്റസ്. വെറുതെ ഒരു ആതിഥേയയുടെ വേഷം കെട്ടി നോക്കിയതാ. ഇവള് പറഞ്ഞു കാണും, വി ആർ കോളേജ് മേറ്റ്സ്. ദേവിക ശേഖർ. ഓ
അങ്ങോട്ട് വന്ന് കണ്ട് സംസാരിക്കാൻ 1-2 തവണ ഫോണിൽ വിളിക്കാൻ തുടങ്ങിയതാ ഞാൻ. പക്ഷേ ചോദിക്കാനുള്ള മുഴുവൻ മനസ്സ് വിഷമിപ്പിക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് പതുക്കെ മതിയെന്ന് വിചാരിച്ചു. താങ്ക്സ്. താങ്ക്സ് ഡാ. ആൻഡ് സർ, താങ്ക് യു ഫോർ മൈ പോസ്റ്റിംഗ്. താങ്ക്സ് ഫോർ വാട്ട് ഫിറോസ്? ഈ കേസിൽ ഇപ്പോഴത്തെ ഈ പോസ്റ്റിങ്ങിന് എടീ, ഹോം മിനിസ്റ്റർ ചില പ്രഷേഴ്സിന് വഴങ്ങിയിട്ട് ആദ്യം ഒരു ഗോസായുടെ പേരാ ക്യാബിനറ്റ് തീരുമാനിച്ച് ഇങ്ങോട്ട് അയക്കാൻ. ദെൻ വെറുതെ ഒരു അന്വേഷണത്തിന്റെ പേരും പറഞ്ഞ് ഏതെങ്കിലും ഒരു ബുദ്ധൂസിനെ ഇങ്ങോട്ട് കെട്ടിയെന്നളിച്ച് വിട്ടാല് അവനെ അതേ സ്പീഡിൽ തിരിച്ച് അങ്ങോട്ടും കെട്ടിയെടുപ്പിക്കുന്ന ഭീഷണിപ്പെടുത്തിയിട്ട് തലസ്ഥാനത്തേക്ക് ഒരു അൾട്ടിമാറ്റം ചെന്നു CM-ന്. എ ഫോൺ കോൾ ഫ്രം കൊച്ചിൻ. ഐ തിങ്ക് സാറ് തന്നെ എന്റെ പേര് സജസ്റ്റ് ചെയ്തു CM-നോട്, ഇല്ലേ സാർ? ഹേയ്, ഞാനങ്ങനെ അല്ലെങ്കിൽ തന്നെ ഈ അൾട്ടിമാറ്റം ഭീഷണി എന്നൊക്കെ പറഞ്ഞ ആരെങ്കിലും അങ്ങോട്ട് വിളിച്ചാല് അതേടാ ഐ എം ഓൾസോ ചീഫ് എഡിറ്റർ, അന്നെക്കാളും മുയത്ത പത്രാധിപരാടാ ഞാൻ എന്ന് പറഞ്ഞ് തിരിച്ച് ഇങ്ങോട്ടും വരട്ടും നമ്മുടെ മുഖ്യമന്ത്രി. ബട്ട് ഹി ഹാഡ് ഇമ്മെൻസ് റിഗാർഡ് ഫോർ ശേഖരേട്ടൻ. പ്രസ്ഥാനത്തെയും ഭരണത്തെയും കടൽക്കിഴവന്മാരുടെ പാർലമെന്ററി വ്യാമോഹങ്ങളെയും ഒക്കെ എന്നും അടച്ച് പുലഭ്യം പറഞ്ഞിരുന്ന ശേഖരൻ എന്ന ജനുവിൻ റവല്യൂഷണറിയോട് ഒരു പഴയ വിപ്ലവകാരിക്ക് തോന്നിപ്പോയ ആദരം. ഐ തിങ്ക് ദാറ്റ് ഡിഡ് ഇറ്റ്. പിന്നെ വിളിക്കുന്ന സാറ് നേരിട്ടാവുമ്പോ പണ്ട് തൊഴിലാളി പ്രസ്ഥാനത്തിന് വേണ്ടി ജീവൻ കൊടുത്ത സഖാവിന്റെ മകനെന്ന പേരുള്ള ഒരു വാത്സല്യം, ഒരു കൺസിഡറേഷൻ, ഐ ബിലീവ് ദാറ്റ് ടു ഹെൽപ്. ഇല്ലേ സാർ? ഹേയ്, ആ പിന്നെ ഫിറോസ്, തന്റെ ഈ സർവിളി സൗണ്ട്സ് വെരി എംബാരസിംഗ്. എന്നെ നന്ദൻ എന്ന് വിളിക്കാൻ തനിക്ക്? നോ സർ, അങ്ങനെ സാറിന് തന്നെ തീർത്തും വിളിക്കാൻ ഒരു അവകാശമുണ്ട് എനിക്ക്. വൈ? സാറിന് ഓർമ്മ വഴിയില്ല, പക്ഷേ ഒരൊറ്റ തവണ ഒരു വിദ്യാർത്ഥിയുടെ വേഷത്തില് ലെക്ചർ ഹാളിന്റെ മുൻനിരയിൽ ഇരുന്നിട്ടുണ്ട് ഞാൻ അക്കാഡമിയിൽ IPS ട്രെയിനിങ്ങിനിടയ്ക്ക്. ഊവ് സർ, പണ്ട് മനഃപൂർവ്വം ഏതോ അടിപിടി കേസിൽ പ്രതിയായി മറാഠ സെൻട്രൽ ജയിലിൽ കടന്നുകൂടിയിട്ട് അവിടെ നിന്ന് പിന്നെ പുറത്തിറങ്ങിയിട്ട് ഒറ്റ കീറുകയറിയില്ലേ ബ്ലിറ്റ് സ്ട്രൈക്കില്, ജയിലിലെ ക്രൂരതകളെ കുറിച്ച്, തടവുകാരുടെ പ്രോബ്ലംസിനെ കുറിച്ച്. അതിന്റെ ബേസിസിൽ അന്ന് അക്കാഡമിയിലേക്ക് ഞങ്ങൾ ക്ഷണിച്ചിരുന്നു ഒരു ടോക്കൺ ഓൺ ജയിൽ റീഫോംസ്. അന്ന് ഫോട്ടോഗ്രാഫിൽ ഒരു കയ്യൊപ്പ് വാങ്ങിച്ചത് ഇപ്പോഴും നല്ല വെടിപ്പോടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ. സോ ഐ തിങ്ക് എന്റെ ലൈഫിൽ ആദ്യമായിട്ട് കാണുവാ ഇവൻ ഇങ്ങനെ ഒരാളുടെ മുന്നിൽ കുനിഞ്ഞു കുത്തി ഭവ്യതയായിട്ട് നിൽക്കുന്നത്. താങ്ക് ഗോഡ്. സോറി സർ. Firoz, I think it's time we had a little chat about this case. സർ,